16 സീറ്റുകളിൽ 2 മണ്ഡലങ്ങളിലെങ്കിലും പ്രതീക്ഷയുണ്ട് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ LDF-ന് കൊടുക്കണ്ടേ? വേണ്ടേ? LDF-ന്റെ ജില്ലയിലെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 16-ലും പ്രതീക്ഷ ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞോട്ടെ. അത് മെയ് 4-ാം തീയതി വരെ അവർക്ക് ഫ്രീഡം ഉണ്ട്. 4-ാം തീയതി കഴിയുമ്പോൾ ഉറപ്പാണ് ഈ 16-ഉം ഞങ്ങൾ വിജയിച്ചിരിക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റും വണ്ടൂരിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള AP അനിൽകുമാർ ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. നീണ്ട ഒരു ദിവസത്തെ പ്രചരണവും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? അല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം അത് ജനങ്ങൾ തന്നെ നടത്തി കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി മെയ് മാസം 4-ന് നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് 100 സീറ്റിൽ നേടി വലിയൊരു വിജയം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഒഴുക്കുണ്ടാവോ? അല്ല, സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും ഒരു ഒഴുക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സീറ്റിന്റെ ധാരണയിൽ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ്? അല്ല, അതിനകത്ത് ഒരു തരംഗം പോലെ സംഭവിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളെ വിലയിരുത്തൽ. അത് കുറേ സ്ഥലങ്ങളിൽ വിസിബിളാണ്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വലിയ ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മുൻകാലത്ത് ലഭിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം 3 അക്കം തയ്ക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങളത് പ്രതീക്ഷിച്ച് എന്താണോ അവിടേക്ക് എത്തും. ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് അത് UDF-ന് ഗുണം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ വർധനവിന്റെ ഒരു കാര്യത്തിൽ ഒരു ഘടകം SIR ആണ്. SIR-മായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് പരമാവധി വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അവരും ഇതിനകത്ത് മുൻകാലത്ത് വോട്ട് ചെയ്യാത്തവരും ചെറുപ്പക്കാരുൾപ്പെടെ ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ UDF-ന് അനുകൂലമാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നാണോ കരുതുന്നത്? ഒരു പിണറായി വിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ രണ്ടും കൂടിയാണല്ലോ. പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ പിണറായിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം, അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾക്കെതിരായുള്ള വികാരം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒന്നാണ്. ശബരിമല ഇഷ്യൂ ഉൾപ്പെടെ വലിയ രീതിയിൽ ആളുകളുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഇത്തവണ വോട്ടായി മാറിയിട്ടുണ്ട്. അതായത് ഈ SDPയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് അവർ ആര് കൂടെ നിൽക്കുന്ന സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരെ വോട്ട് വേണ്ടെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഇത്തവണ പക്ഷേ അങ്ങനെ പറയുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതൊക്കെ ഒരു നെഗറ്റീവായി മാറിയിരുന്നു. അല്ല, SDPയുടെ കാര്യത്തിൽ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ആർജവം അവർ കാണിച്ചില്ല. SDP ആയിട്ട് അവർ ബന്ധമുണ്ട് എന്നുള്ളത് പകൽ പോലെ ബോധ്യമുള്ളൊരു കാര്യം. പക്ഷെ അത് പറയാനുള്ള ആർജവം കാണിക്കണം. അത് കാണിച്ചില്ല. അവര് യെസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അതല്ലല്ലോ വേണ്ടത്. ബന്ധമുണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ അത് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഏതെല്ലാം രീതിയിൽ വരും എന്ന് പരിശോധന ശേഷം പറയാൻ പറ്റും. സംസ്ഥാനത്ത് UDF തന്നെ അധികാരത്തിലേക്ക് വരുന്നു. UDF എന്തായാലും അധികാരത്തിൽ വരും. നല്ല മെജോറിറ്റിയുടെ അധികാരത്തിൽ വരും. UDF-ന്റെ ഒരു ഗവൺമെന്റ് മെയ് മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ ഉണ്ടാവും. അല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. അതിനകത്ത് ആര് വേണം എന്നുള്ള MLA-മാരുടെ അഭിപ്രായം എടുക്കും. ACC നിരീക്ഷകർ വരും, അഭിപ്രായം എടുക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാണെന്നുള്ളത്. അതിന് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കോൺഗ്രസിന് ഒരു കീഴ്വഴക്കമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് പോവും. അവർ ക്യാബ് നടക്കും. അതിലൊന്നും ഒരു ആശങ്കയില്ല. അത് മാധ്യമങ്ങൾക്കുള്ള ആശങ്കയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയില്ല. അതൊക്കെ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട്, വളരെ കൃത്യസമയത്ത്, ആവശ്യമായ സമയത്ത് ആവശ്യമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടന്ന 3 മണ്ഡലവും തിരൂരും, 1 തവനൂരും പൊന്നാനിയുമായിരുന്നു. അതിപ്പം തിരൂര് ഏതാണ്ട് CPM പ്രതീക്ഷ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ തവനൂർ, പൊന്നാനി ഈ 2 മണ്ഡലങ്ങളിലും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു 16 സീറ്റുകളിൽ 2 മണ്ഡലങ്ങളിലെങ്കിലും പ്രതീക്ഷയുണ്ട് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ LDF-ന് കൊടുക്കണ്ടേ? വേണ്ടേ? LDF-ന്റെ ജില്ലയിലെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 16-ലും പ്രതീക്ഷ ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞോട്ടെ. അത് മെയ് 4-ാം തീയതി വരെ അവർക്ക് ഫ്രീഡം ഉണ്ട്. 4-ാം തീയതി കഴിയുമ്പോൾ ഉറപ്പാണ് ഈ 16-ഉം ഞങ്ങൾ വിജയിച്ചിരിക്കും. പൊന്നാനി പക്ഷേ എല്ലാ കാലത്തും LDF-നൊപ്പം നിന്നൊരു മണ്ഡലം കൂടിയാണ്. അല്ല, മുമ്പ് ശ്രീ MP ഗംഗാധർ അവിടുന്ന് MLA ആയിരുന്നു. ശ്രീ PT മോഹനകൃഷ്ണൻ അവിടുന്ന് MLA ആയിരുന്നു. മുമ്പ് UDF-ന്റെ MLA-മാർ അവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF-ന്റെ MLA കുറച്ച് കാലത്തിന് ശേഷം പൊന്നാനിയിൽ വരും. അവിടെ ഒരു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചരിത്രം മാറുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പൊന്നാനി യഥാർത്ഥത്തിൽ UDF-ന്റേത് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഈ തവനൂരിൽ എങ്ങനെയാണ് പ്രതീക്ഷ? തവനൂരിൽ KT ജലീൽ ജയിക്കുമെന്ന് KT ജലീൽ പറയുന്നു. അതോടൊപ്പം തന്നെ CPM പറയുന്നു. നിങ്ങൾ എന്തീ പറയുന്നത്? KT ജലീലും പിന്നെ CPM-ഉം അവർ തോൽക്കുന്നു പറയോ?
ഞാൻ പറഞ്ഞല്ലോ മെയ് 4 വരെയെങ്കിലും അവർക്ക് ജയിക്കുമെന്ന് പറയാനുള്ള ഒരു അവകാശം അവർക്ക് വിട്ടുകൊടുക്കണം. അവർ സ്വാതന്ത്ര്യം അവരെടുത്തോട്ടെ. ജനങ്ങളുടെ വിധിയെഴുത്ത് പെട്ടിയിലായി കഴിഞ്ഞു. വോട്ട് എണ്ണുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് UDF സ്ഥാനാർത്ഥി വിജയിക്കും. VS ജോയി ആയിരിക്കും ഇനിയുള്ള 5 വർഷക്കാലം തവനൂരിന്റെ MLA. എന്ന് വെച്ചാൽ മലപ്പുറത്ത് 16-16, മലപ്പുറത്ത് 16-16. അതേ ഒരു പാറ്റേണിൽ തന്നെ സംസ്ഥാനത്തുടനീളവും വലിയ ആവേശത്തിൽ. അല്ല, എല്ലാ ജില്ലകളും ഒരുപോലെ മുന്നേറ്റം നടത്താൻ കഴിയുന്നതല്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ സംസ്ഥാന തലത്തിൽ ഒരു നല്ല മുന്നേറ്റം UDF നല്ല മുന്നേറ്റം ഉണ്ടാവും. മലപ്പുറം ജില്ല, എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, ഇടുക്കി, പത്തനംതിട്ട, ഇങ്ങനെ കുറെ ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാവും. അതുപോലെ കൊല്ലം, തിരുവനന്തപുരം. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ജില്ലകളിലൊക്കെ മുന്നേറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെജോറിറ്റി UDF-നുണ്ടായിരിക്കും. മലബാറിൽ നിന്ന് നല്ല മുന്നേറ്റം ഉണ്ടാവും. അത് കണ്ണൂരും കാസർഗോഡും വയനാടൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു മെജോറിറ്റി ഉണ്ടാവും. ഫലം വരണ്ട അതിന് മുൻപ് തന്നെ ആത്മവിശ്വാസത്തിലായി. അത് ഒരു പൊതുവികാരം നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ മറിച്ചാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യമല്ലേ. അപ്പോൾ അതിനകത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അത് UDF-ന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇനി വോട്ടെണ്ണി പ്രഖ്യാപിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാകുമെന്ന് കൂടി AP അനിൽകുമാർ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിലുണ്ടായിരുന്നു. അതിനുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും ഇത്തവണ ഈ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുക. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരും. വലിയ നല്ല ഭൂരിപക്ഷത്തോട് നല്ല സീറ്റുകളോട് കൂടി തന്നെ UDF അധികാരത്തിൽ വരും. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റും തവനൂരും പൊന്നാനിയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ കൂടി നേടുമെന്ന് AP അനിൽകുമാർ പറഞ്ഞു വെക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് അൻഡ്രു ബിജിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.